ഗുഡ് മോർണിംഗ്. ഡേ 3 നമ്മൾ ഡേ 2 കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഡേ 3ലേക്ക് കയറിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ജസ്റ്റ് എണീറ്റേ ഉള്ളൂ. ഓർക്ക ക്ഷീണമുണ്ട്, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ എണീറ്റു. ഇനി എന്താ ചെയ്യാനുള്ളത്? ഇനി താഴെ പോവാം. നമ്മുടെ യൂഷ്വൽ വെള്ളം കുടി, ഫുഡ് കഴിപ്പ് എല്ലാം ബാക്കിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഓടിപ്പോയി ബ്രഷൊക്കെ ചെയ്ത് ഞാൻ താഴേക്ക് പോട്ടെ. അപ്പോൾ എണീറ്റു ഡേ 3 തുടങ്ങുക ഗൈസ്. അയ്യോ, ബാ ബാ, താഴേക്ക് വെക്കോ, താഴേക്ക് വെക്കോ. ഞാൻ വരുന്നുണ്ട് പൊക്കോ. അമ്പടോ, ബാ വിടുവോ. ബ്രേക്ക്ഫാസ്റ്റ്. അയ്യോ എന്നെ ഓർമ്മ. തുടങ്ങി. അമ്മേ, കുഞ്ഞുപോയി. അപ്പോൾ നമ്മൾ ആദ്യത്തെ 500 ml വെള്ളം കുടിക്കുകയാണ്. ഇന്ന് നമ്മൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ ബ്രെഡ് ഉണ്ടല്ലോ. അപ്പോൾ ആ ബ്രൗൺ ബ്രെഡും പിന്നെ അമ്മ നല്ല മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിയർഡ് കോമ്പിനേഷനാണെന്ന് അറിയത്തില്ല. എനിക്ക് വേണ്ട ബ്രെഡ്. എന്നാ പുറത്തു പോകണോ? ഒറ്റ സെക്കൻഡ്, അവനെ പുറത്ത് ഇട്ടിട്ട് തരാം. അപ്പോൾ വി ആർ ബാക്ക്. അപ്പോഴത്തേക്കും നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് ബ്രൗൺ ബ്രെഡും മീൻ കറിയാണ്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്രെഡും മീൻ കറിയും കഴിക്കാൻ. അപ്പോൾ ആദ്യം ഇത് കുടിച്ച് തീർത്തിട്ട് വേണം നമ്മൾ സംഭവം ഉണ്ടാക്കും. അപ്പം ഉണ്ടാക്കാനൊന്നുമില്ല. സമാധാനം. അമ്മ ഓൾറെഡി ഉണ്ടാക്കി വെച്ച മീൻ കറിയുണ്ട്, അതെടുത്ത് കഴിച്ചാൽ മതി. അപ്പോൾ എനിക്ക് ഇന്നലത്തെ ഡേ 2യുടെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും പിന്നെ തമ്മിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ്, ആ പണിയിലാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടുണ്ട് പാർവതി. അപ്പോൾ അവളും ഞാനും കൂടെ എന്തെങ്കിലും ഡാൻസ് റീൽ എടുക്കണമെന്നുണ്ട്. അപ്പോൾ അവൾ ഇങ്ങോട്ട് വരുമായിരിക്കും കുറച്ച്. ഇപ്പോൾ അവിടെ കൂട്ടാൻ പോകണം. പിന്നെന്താണുള്ളത്, അങ്ങനെ കുറച്ച് പരിപാടി. എൻ്റെ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്തിറങ്ങുമായിരിക്കും. അപ്പം എല്ലാ പരിപാടികളായിട്ട് ഞാൻ തിരിച്ച് വരുന്നതായിരിക്കും. ഞാനിതൊന്ന് സാധനം ഒന്ന് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ഗൈസ്. 11:30 കഴിഞ്ഞു നമ്മൾ മാങ്ങയായിട്ട് പിന്നെ വന്നിരിക്കുന്നു. ഇത് കുഞ്ഞാട്ടോ, ഇത് ഭയങ്കര കുഞ്ഞ് 2 മാങ്ങയാണ്, വലുതല്ല, കുഞ്ഞുതാ. അപ്പോൾ ഇത് കഴിക്കാം. 3 ദിവസമായിട്ട് നമ്മൾ ഈ സമയത്ത് മാങ്ങയാണ് കഴിക്കുന്നത്. കാരണം ഇവിടെ ഒത്തിരി മാങ്ങ തീരുന്നില്ല. എൻ്റെ കുട്ടനും വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അവൻ ക്യാമറ ഭയങ്കര, അവന് ക്യാമറ ഫേസ് ചെയ്യാൻ പറ്റില്ല. അവൻ ക്യാമറ ഷൈയാണ്. നമ്മൾ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അപ്പം പോകും പറ്റും. അതാണ് അവൻ്റെ സ്വഭാവം. അപ്പം നമ്മൾ 2ാമത്തെ ലിറ്റർ കുടിക്കാൻ പോകുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പോൾ അതുപോലെ അപ്പോഴത്തേക്കും ആ ഫ്രണ്ടിനെ കൂട്ടാൻ പോവാണ് പാർവതി. എൻ്റെ മലവർഗോഡിലെ വ്ളോഗിൻ്റെ അകത്ത് നിങ്ങൾ അവളെ കണ്ടു കാണും, അവളെ തന്നെ. അപ്പോഴത്തേക്കും 2 പേർക്കും ഒരു പണിയില്ലാതെ ഇറങ്ങിയ തേരപ്പര നടക്കലാണ് ഞങ്ങളുടെ പണി. അപ്പോൾ അവളെ പോയി കൂട്ടാൻ പോവാണ് ഗൈസ്. ഈ ഷർട്ട് നിങ്ങൾ കുറേ കണ്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഷർട്ട്. അമ്മയുടെ അത് ഞാൻ തട്ടിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ഷർട്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഇടുന്നത്. ഓക്കെ, ഞങ്ങൾ നെസ്റ്റോയിലാണ് കേട്ടോ വന്നത്. ടാമ്പോൺസ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രോട്ടീൻ ബാറും മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്.
അപ്പോൾ നമ്മൾ ലഞ്ച് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവൾ വീട്ടിൽ വന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടിനും കൂടെ കുറച്ച് റീൽസൊക്കെ എടുക്കണമെന്നുണ്ട്, ഡാൻസിൻ്റെ റീൽസൊക്കെ നോക്കണമെന്നുണ്ട്. ഓൾസോ എനിക്ക് പറയാനുള്ള ലഞ്ചിന് ഞാൻ ചോറും ചെറുപയറും മീനും തൈരുമാണ് കഴിച്ചത്. അപ്പോൾ ഇതിനകത്ത് ചെറുപയർ പ്രോട്ടീനാണ്, മീൻ പ്രോട്ടീനാണ്, തൈരും പ്രോട്ടീനാണ്, പിന്നെ ചോറാണുള്ളത്. അപ്പോൾ നമ്മളൊരു യൂഷ്വലി ഉള്ളൊരു നോഷനുണ്ട് ചോറ് കഴിക്കാൻ പാടില്ല. അങ്ങനെ ചോറ് കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. നമ്മൾ ചോറ് കഴിക്കുകയാണെങ്കിലും അളവ് കുറച്ച് കഴിച്ചാൽ മതി. നമ്മൾ പ്ലേറ്റ് ചെയ്യുമ്പം ചോറിൻ്റെ അളവ് കുറവും ബാക്കി എല്ലാ പ്രോട്ടീനും കൂടുതലാക്കി ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഇനി പോയിട്ട് ഞങ്ങൾ കുറച്ച് ഡാൻസൊക്കെ ചെയ്ത് കുറച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യട്ടെ. ഓക്കെ. ഡാൻസ് റീൽ ഷൂട്ട് ചെയ്തു, ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി കാണുക. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഇവളുടെ ഒരു ഡ്രൈവിംഗ് ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ഇവിടത്തേക്ക് വന്നു കേട്ടോ. ഇവിടെ അവൾക്ക് 8 എടുക്കാനുണ്ടായിരുന്നു ഒന്ന്, അപ്പം അതിന് വേണ്ടി വന്നതാ. ടെൻഷൻ ഉണ്ടോ? ഡേ പോകുന്നു നമ്മുടെ താരം ഓഫ് ദ ഡേ. നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ കാണാനായിട്ട് പുറത്ത് വന്നതായിരുന്നു. ഭയങ്കരമായിട്ട് വിശക്കുവാണ് ഗൈസ്, ഭയങ്കരമായിട്ട് വിശക്കുവാണ്. അപ്പോഴത്തേക്കും ഒരു ഗ്രിൽ ചിക്കൻ സാൻഡ്വിച്ച് ഞാൻ ഇവളും കൂടെ ഷെയർ ചെയ്ത് കഴിക്കാൻ നോക്കും. അപ്പോൾ ഹെൽത്തി ആണല്ലോ. അപ്പോൾ അങ്ങനെ ഗ്രിൽ ചിക്കൻ സാൻഡ്വിച്ച് കഴിക്കാൻ പോവാം. നമ്മളങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി, ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു, വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഡാൻസ് വർക്കൗട്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒരു മിനിറ്റ് അപ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി ഡാൻസ് വർക്കൗട്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് വേർത്ത് കുളിച്ചായിരുന്നു ആ സ്റ്റെപ്പ് പഠിച്ചപ്പോൾ ചെയ്തപ്പോഴത്തേക്കും. പിന്നെ ആണെങ്കിൽ അപ്പം സ്വിമ്മിങ്ങിന് നേരേക്ക് പോകണമായിരുന്നല്ലോ. പക്ഷേ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്വിമ്മിംഗ് പൂൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ആരോ ഒരു കൊച്ചെങ്ങാനും അറിയാണ്ട് എന്തോ ഛർദ്ദിച്ചു പോയി. അപ്പോഴത്തേക്കും ഫുൾ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് സ്വിമ്മിങ്ങിന് പോകാൻ പറ്റില്ല, നാളെ പോകാൻ പറ്റും. അവൾക്ക് വെള്ളം മൊത്തം മാറ്റണമല്ലോ, അതുകൊണ്ട് തന്നെ ഇന്ന് സ്വിമ്മിങ് ഇല്ല. അപ്പോൾ നമ്മൾ അതിന് വരെ എന്ത് ചെയ്യും? ഡാൻസ് ചെയ്ത സ്ഥിതിക്ക് അതൊരു വർക്കൗട്ടായിട്ട് എടുക്കണോ എന്ന് ആലോചിച്ചിട്ടിരിക്കുകയാണ് ഞാൻ. വേറെ ചെയ്യണോ എന്നൊരു ആലോചനയിലാണ്. ഞാനൊന്ന് ആലോചിച്ചിട്ട് വരട്ടെ, ഒന്നിരുന്ന് ആലോചിക്കട്ടെ. അപ്പോൾ നമ്മളെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് സ്നാക്ക് കഴിഞ്ഞു. ഡിന്നറേ ബാക്കിയുള്ളൂ. ഡിന്നർ ഇപ്പോൾ സമയമൊന്നും ആയിട്ടൊന്നുമില്ല, ഇപ്പോൾ 7 o'clock എന്തോ ആയിട്ടുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാം. എൻ്റെ വർക്കൗട്ടായിട്ട് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, തിരിച്ചു വരും ഞാൻ. ഓൾസോ നമ്മൾ 2ാമത്തെ ലിറ്റർ കഴിഞ്ഞു, 3ാമത്തെ ലിറ്റർ. പുറത്ത് പോയപ്പോൾ ഞാൻ കുറേ വെള്ളം കുടിച്ചായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് 3ാം ലിറ്റർ ഒന്നുകൂടെ പോയി നിറച്ചിട്ട് ഒന്നുകൂടെ കുടിക്കാം. അപ്പോൾ നമ്മൾ ഡാൻസ് വർക്കൗട്ട് ചെയ്തത് കാരണം നമ്മൾ സ്വിമ്മിങ്ങിന് പോകാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതുകൊണ്ട് നമ്മൾ ഡാൻസ് വർക്കൗട്ട് തന്നെ വെച്ചു. ഓക്കെ. അതിന് ഇപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നത്, വിശക്കുന്നുണ്ട്, ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കഴിക്കാൻ പോകുന്നത് ബ്രൗൺ ബ്രെഡും മീൻ കറിയും. വിശക്കുന്നു. അപ്പോഴത്തേക്കും ജസ്റ്റ് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നു, മീൻ കറി കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. 2 ബ്രൗൺ ബ്രെഡും മീൻ കറിയും. ഓക്കെ. മീൻ ഭയങ്കര നല്ല പ്രോട്ടീനാണല്ലോ, എസ്പെഷ്യലി മീൻ കറിയാണ്. മീൻ ഫ്രൈ ഒന്നും കഴിക്കരുതിട്ടാ, ഫ്രൈ ഫുൾ എണ്ണയാണ്, എണ്ണയില്ലാത്തതാണ് മെയിനായിട്ട് നോക്കണ്ടേ. മീൻ കറിയിൽ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണ കുറച്ച് ഇടണം ഭയങ്കരമായിട്ടെന്ന്. അപ്പം അമ്മ എണ്ണ കുറച്ചാണ് ഇട്ടേക്കണത്. അപ്പം നമുക്ക് പോയി ഡിന്നർ കഴിക്കാം. കണ്ടോ, ഇവിടെ മീൻ വറുത്തമുണ്ട്. നമ്മൾ ഈ മീൻ വറുത്ത് നോക്കിയിട്ട് കൊതി അടക്കിയിട്ട് അങ്ങനെ ഇരിക്കും, നമ്മൾ കഴിക്കില്ല. ഓക്കെ, കമ്പോൺ യു കൻ ഡു ഇറ്റ്. പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാൻ പാടില്ല കേട്ടോ. ഇവിടെ ഇനി 2-3 ദിവസമായി മീൻ വറക്കുന്നു. ഇവർക്ക് ഞാൻ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവർക്കെല്ലാം ഉണ്ടാകണം. പക്ഷെ നമ്മൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തില്ല. നമ്മുടെ സ്വന്തമായ ഇത് ഞാൻ പോയിരിക്കുന്നു ബ്രൗൺ ബ്രെഡും മീൻ കറി. മീൻ കറി രണ്ടുമാണ് കഴിക്കാൻ പോകുന്നത്. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. ഞാൻ കഴിച്ച് കഴിയാറായപ്പോഴാണ് ഓർത്തത് ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ. അപ്പം ഞാൻ ഓടി വന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതാണ്. അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രൗൺ ബ്രെഡും മീൻ കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വിയേർഡ് കോമ്പിനേഷൻ അല്ലല്ലോ, ഞാൻ കഴിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ ചിലരോട് പറയുമ്പോഴേക്കും ബ്രെഡും മീൻ കറിയും എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അയ്യോ, അങ്ങനെ നമ്മുടെ ഡേ 3 കഴിഞ്ഞു. യെസ്, 1 day by day ഓരോന്നായിട്ട് ഇങ്ങനെ കഴിയുന്നുണ്ട്. കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട് നമ്മുടെ ചാലഞ്ച്. ഇങ്ങനെ തന്നെ ഇനിയും പോട്ടെ. എനിക്ക് കുറച്ച് മെസ്സേജൊക്കെ കിട്ടുന്നുണ്ട്, ഇൻസ്പയറിങ് ആണ്, നന്നായി പോകുന്നു, ഞങ്ങൾക്ക് തുടങ്ങാൻ തോന്നുന്നു എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആട്ടോ ഇങ്ങനെ കാണുന്ന സമയത്ത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ കൊണ്ട് പറഞ്ഞുതരാൻ പറ്റുന്ന ഡൗട്ട്സ് ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും day 3 കംപ്ലീറ്റഡ് ആയി. ഞാനിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്ന് സ്റ്റെപ്പ് കയറിയതൊക്കെ അതൊക്കെ കേട്ടോ. അപ്പം വന്നു.
ഇനി ജസ്റ്റ് ഒന്ന് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി ഞാൻ കടന്നുറങ്ങും. അപ്പോൾ എന്തായാലും നാളെ ഡേ 4 ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ഗൈസ്. ഞാനെല്ലാം ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് വന്നപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, നമ്മളൊരു സംഭവം മറന്നു. നമ്മൾ മറ്റേ ടിക്കിങ് 3rd ഡേ യെസ് എന്ന് ടിക്ക് ചെയ്തിട്ടില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മോട്ടിവേഷൻ്റെ ആണ്. അപ്പോൾ നമുക്ക് ടിക്ക് ചെയ്യാം. യെസ്. അപ്പോൾ നാളെ വീണ്ടും കാണുന്നത് വരെ സുഖനിദ്ര, ശുഭനിദ്ര. ഗുഡ് നൈറ്റ്.